ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെക്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഫുൾ പ്രോബ്ലംസുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. സ്ലോപ്പ് ഓഫ് എ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. അരമനെ സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ് സ്ലോപ്പ്? ഒരു ലൈനിനാണ് സ്ലോപ്പ് ഉള്ളത് കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈനിനാണ് എന്തുള്ളത്? സ്ലോപ്പ് ഉള്ളത്. അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൽ 3 പോയിന്റ്സുകളെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, 3 പോയിന്റ്സുകളെ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രത്യേകത എല്ലാ ലൈൻസിനും കാണാൻ പറ്റും. ആ പ്രത്യേകതയെ വിളിക്കാൻ പോകുന്ന പേരാണ് സ്ലോപ്പ്. എന്താണെന്ന് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഈ ലൈനിൽ ഇപ്പൊ ഞാൻ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തേ. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുന്നു. ഈ 2 പോയിന്റ്സ് എയും ബിയും, അല്ലെങ്കിൽ ബിയും സിയും, അല്ലെങ്കിൽ എയും സിയും. ഒരു സമയത്ത് എത്ര പോയിന്റ്സ് എടുക്കണം? 2 പോയിന്റ്സ് എടുത്തിട്ട് ഈ ഡിഫറൻസിന്റെ കോഷ്യന്റിനെ കണ്ടുപിടിക്കണമെന്നാ പറയുന്നത്. ഈ ഡിഫറൻസുകളുടെ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ. അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് എടുത്തതെങ്കിൽ നോക്കിയേ, എയും ബിയും ആണ് എടുത്തതെങ്കിൽ 1 3 ആൻഡ് 3 9. ഇതിന്റെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ? ഈ 2 പോയിന്റ്സിന്റെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ചോദിച്ചാൽ ഇതാണ് നമ്മുടെ x1 y1, ഇത് നമ്മുടെ x2 y2. അപ്പൊ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ ആരെ മൈനസ് ആരെന്നാ വരേണ്ടത്? 9 മൈനസ് 3 ബൈ 3 മൈനസ് 1. ഓക്കെ, ഇതാണ് 9 മൈനസ് 3 ബൈ 3 മൈനസ് 1. ആൻസർ 6 ബൈ 2 3. ഇനി ഞാൻ ബിയും സിയും എടുത്തു. ബി സി എടുത്തു. ബി സി എടുക്കുമ്പോൾ ബി ആരായിരുന്നു? 3 9. സി ആരായിരുന്നു? 4 12. അവിടെ ഞാൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ. 12 മൈനസ് 9 ബൈ 4 മൈനസ് 3. 12 മൈനസ് 1 9 is 3. 4 മൈനസ് 3 is 1. ആൻസർ 3 ബൈ 1. ആൻസർ ആരെ കിട്ടി? 3. ഈ 2 കേസിലും ആൻസറുകൾ ഈക്വലായി. ഇനി നിങ്ങൾ എ സി ചെയ്താലും ഇത് തന്നെ കിട്ടും. ഏതാ? എ സി ചെയ്താലും ഇതേപോലെ എ സി ചെയ്തു. എ സിയുടെ പോയിന്റ് ആരൊക്കെയാ? 1 3 ആൻഡ് 4 12. അവിടെയും y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 വാല്യൂ കണ്ടുപിടിച്ചാൽ എന്താണ് പറഞ്ഞേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ കേസിൽ എന്ന് പറഞ്ഞേ ആരെ മൈനസ് ആര് ബൈ ആരെ മൈനസ് ആര് പറ? 12 മൈനസ് 3 ഓൺ ന്യൂമറേറ്റർ ബൈ 4 മൈനസ് 1 ഓൺ ഡിനോമിനേറ്റർ. ആൻസർ എത്ര കിട്ടും? 9 ബൈ 3. ആൻസർ ആരെ കിട്ടി? കണ്ടോ, എല്ലാവരും ഒരേ ആൻസർ കിട്ടുന്നുണ്ടോ? ഇതെല്ലാ ലൈനിലും സംഭവിക്കുന്ന പ്രത്യേകതയാണ്. ആ പ്രത്യേകത വിളിക്കാനുള്ള പേരാണ് എന്ത്? സ്ലോപ്പ്. ദിസ് ഈസ് കോൾഡ് എന്താണ്? സ്ലോപ്പ്. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ സ്ലോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലോപ്പ് ഈസ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സുകൾ ജോയിൻ ചെയ്യും. നമ്മൾ ഈ സ്ലോപ്പ് എന്നൊക്കെ ഉള്ളത് അടുത്ത വർഷമൊക്കെ ഇനി പഠിക്കും. +1 പഠിക്കും. അന്നേരം നമുക്ക് വേറെ രീതിയിൽ കൂടിയൊക്കെ സ്ലോപ്പിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി പഠിക്കും. ഇപ്പൊ നമ്മുടെ ഒറ്റ രീതിയിൽ കൂടെയാണ്. പിന്നെ ഒരു മെത്തേഡിലൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലോപ്പ് ഉള്ളത് ആർക്കാമനെ? ഒരു സ്ട്രെയിറ്റ് ലൈനിനാണ് എന്തുള്ളത്? സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ എത്ര പോയിന്റ്സിനെ വേണം? 2 പോയിന്റ്സ്. ഒരു ലൈനിൽ സ്ലോപ്പ് ഉണ്ട്. ഈ ലൈൻ ഇത് സ്ട്രെയിറ്റ് ലൈനാ. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്തുണ്ട്? സ്ലോപ്പ് ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 2 വഴി കൂടി ഈ വർഷം പഠിക്കാനുണ്ട്. 2 രീതിയിൽ കൂടി സ്ലോപ്പിനെ കണ്ടുപിടിക്കാനുണ്ട്. ഒന്നാമത്തെ രീതി, ഈ ലൈനിലെ 2 പോയിന്റ്സുകളെ തന്നാൽ സ്ലോപ്പിനെ, ഒന്നുകൂടെ പറയാം, ഈ ലൈനിലെ 2 പോയിന്റ്സുകളെ തന്നാൽ അരമനെ സ്ലോപ്പ്. ഈ ലൈനിലെ 2 പോയിന്റ്സുകൾ തന്നാൽ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ നോക്കിയേ.
x1 y1 ഫസ്റ്റ് പോയിന്റ്, x2 y2 സെക്കൻഡ് പോയിന്റ്. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ആരെ കണ്ടുപിടിക്കണം? സ്ലോപ്പ്. കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല ഇതാണ് മോനെ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് അതിന്റെ ഫോർമുല. ഒന്ന് പറഞ്ഞേ, സ്ലോപ്പ് ഓഫ് എ ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 ഈസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. Difference of the y coordinates divided by difference of the x coordinates. ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധയാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ, ഇത് കേട്ടിരിക്കണേ. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഒരു ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണ് കേട്ടോ. ഒരു ലൈൻ, ഇവിടുത്തെ പോയിന്റ് x1 y1, ഇത്തരം അടുത്ത പോയിന്റ് x2 y2. ഈ ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണിത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും മോനെ? സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചിരിക്കണം. എങ്ങനെ സ്ലോപ്പിന്റെ ഫോർമുല പറഞ്ഞേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതൊരിക്കലും ഇനി ജീവിതകാലം മാത്സ് പഠിക്കുന്ന ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ഫേമസ് ആ. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ തുടങ്ങി. ഇതിനെ കൊണ്ടൊക്കെ ഉള്ള ഉപയോഗം ഭയങ്കരങ്ങളാണ് കേട്ടോ. അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ വാട്ട് ഈസ് മെൻ ബൈ സ്ലോപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പൊ സ്ലോപ്പ് ആർക്കുള്ളതാ? സ്ലോപ്പ് ആർക്കുള്ളതാന്ന് ചോദിച്ചാൽ ആർക്കുള്ളതാ? സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് ഈ വർഷം എത്ര വഴി കൂടെ കണ്ടുപിടിക്കാനുണ്ട്? 2. അതിലെ ഇമ്പോർട്ടന്റ് മെത്തേഡ് ഇതാ. 2 മെത്തേഡില് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഇതാ. ആ ലൈനിലെ എത്ര പോയിന്റ്സ് ഉണ്ടെങ്കിൽ, 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആരെ കണ്ടുപിടിക്കുക? സ്ലോപ്പ്. എങ്ങനെ ഫോർമുല? y2 മൈനസ് y1 ബൈ ആരാ? x2 മൈനസ് x1. മോനെ, ഒരു ലൈനിൽ 3 പോയിന്റ്സുകളെ ഞാൻ മാർക്ക് ചെയ്തു. ഈ ലൈനിൽ എത്ര പോയിന്റ്സിനെ മാർക്ക് ചെയ്തു? എത്ര പോയിന്റ്സാ? 3. 1 2 3. ഞാൻ ആദ്യം എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ സ്ലോപ്പിനെ പഠിപ്പിക്കാൻ പോവാണ്. എയും ബിയും. അപ്പൊ a 1 3, b ആരാ? 3 9. അപ്പൊ ഇയാളെ x1 y1 ആയിട്ട് കരുതണം, ഇയാളെ x2 y2 ആയിട്ട് കരുതണം. അപ്പൊ ഫോർമുല എങ്ങനെയാ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ഇതാണ് നമ്മുടെ x1, ഇതാണ് നമ്മുടെ y1, ഇത് നമ്മുടെ x2, ഇതാരാ? y2. അപ്പൊ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 9 മൈനസ് 3 ബൈ 9 മൈനസ് 3 ബൈ 3 മൈനസ് 1. ആൻസർ 3. അതുപോലെ ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ സ്ലോപ്പ് BC. അതിന്റെ സ്ലോപ്പും y2 മൈനസ് y1 ബൈ x2 മൈനസ് ആരാ? x1. അപ്പൊ ഇവിടെയും 12 മൈനസ് 9 ബൈ 4 മൈനസ് 3. ആൻസർ അതും 3 ബൈ 1 3. അത് AC. എയും സിയും ഇത് വെച്ചോണ്ട് സ്ലോപ്പ്. അപ്പൊ എപ്പോഴും സ്ലോപ്പിന് വേണ്ടി എത്ര പോയിന്റ്സ് വേണമെന്ന് അർത്ഥം? 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആരെ കണ്ടുപിടിക്കാം? സ്ലോപ്പ്. എങ്ങനെയാ നമ്മുടെ ഫോർമുല എഴുതുക? എങ്ങനെയാ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ഇതാകുമ്പോ ഏതാ? x1, ഇതാ നമ്മുടെ x1, ഇതാരാ? y1, ഇതാരാ മോനെ? x2, ഇതാരാ? y2. അപ്പൊ 12 മൈനസ് 3 മണ്ടയ്ക്ക് എഴുതുക, 4 മൈനസ് 1 താഴെ എഴുതുക ചെയ്യുക. കേട്ടല്ലോ? ഇങ്ങനെയാണ് ആരെ കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ്. The points prove that the points 1 3 2 5 and 3 7 are on the same line. Are on the same line. ശ്രദ്ധിച്ചിരിക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉള്ളൂ. എനിക്കൊന്ന് എക്സാമ്പിൾ ഉണ്ടോ നോക്കാം. ഇതൊക്കെ എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ടൈപ്പാ. എന്താണ്? ഈ 3 പോയിന്റ്സുകൾ സെയിം ലൈനിലാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് അത് മനസ്സിലാക്കണേ. ഈ 3 പോയിന്റ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നത്, നമ്മളൊരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് ഈ 3 പോയിന്റ്സുകളെ പ്ലോട്ട് ചെയ്ത്, ഇങ്ങനെ നമ്മൾ ഗ്രാഫ് പേപ്പർ ഒക്കെ കണ്ടിട്ടില്ലയോ? അത് ഈ 3 പോയിന്റ്സുകളെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ കറക്റ്റ് വളയാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. വളയാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഷോ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് 3 കൂടി ഇങ്ങനെ, ഇത് ജോയിൻ ചെയ്തു, ഇത് മാർക്ക് ചെയ്തു, ഇത് മാർക്ക്, ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ കിട്ടും. അല്ലാതെ ഇങ്ങനെ കിട്ടിയാൽ ഇത് ഈ സെയിം ലൈൻ അല്ല. പോലെ ഇങ്ങനെയാണ് 3 പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ഇത് സെയിം ലൈൻ അല്ല.
രണ്ട് ലൈനല്ലേ, ഒരെണ്ണം ഉണ്ടോ? ഇത് സെയിം ലൈനിലാണോ? അല്ല. പക്ഷെ ഇതോ, ഈ 3 പോയിന്റ്സുകളും ഒറ്റ ലൈനിലല്ലയോ? അപ്പൊ സെയിം ലൈൻ എന്ന് പറഞ്ഞാൽ വളയാറ് പോകണം. എന്നാൽ ആ 3 പോയിന്റ്സുകൾ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് പോലെ തോന്നിക്കണം, അല്ലാതെ 2 ലൈനിലെ പോയിന്റ്സ് പോലെ ആവരുത് എന്ന് നമ്മൾ വരയ്ക്കാതെ ചെയ്ത് കാണിക്കണം. വരയ്ക്കാതെ നമുക്ക് വേണം വരച്ചാൽ കിട്ടും, വരയ്ക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് സ്ലോപ്പ് കണ്ട് ഇതിന് വേറെ പേരുണ്ട് കേട്ടോ. മറ്റൊരു പേരാണ് കൊളീനിയർ. നമ്മളത് ഉപയോഗിക്കുന്നില്ല, കേരള സിലബസിൽ ഈ വേർഡ് വരുന്നില്ല. CBSE ഇതിന്റെ പേര് കൊളീനിയർ പോയിന്റ്സ് എന്നാണ്. സെയിം ലൈനിലുള്ള പോയിന്റ്സുകളെ വിളിക്കുന്ന പേരെന്താണ്? കൊളീനിയർ. കൊലീനിയർ എന്നാണ് കേട്ടോ, കൊലീനിയർ. ഓക്കെ. അപ്പൊ ഇനി ഇതെങ്ങനെ ചെയ്യുന്നു? ഞാൻ ആദ്യം പേര് കൊടുക്കുക. A13, B25, C37. ഓക്കെ. ആദ്യം ഈ 3 പോയിന്റ്സുകൾക്കും പേര് കൊടുക്കും. ഞാൻ ചെയ്യാൻ പോകുന്ന 2 ലൈൻ. ആ 2 ലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആവും കേട്ടല്ലോ. ഈ 2 ലൈനൊക്കെ എങ്ങനെയാ ചെയ്യുന്നുള്ള തെറ്റാന്നൊന്ന് പഠിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കിയേ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ലോപ്പ് ഓഫ് ആരാമോനെ AB. സ്ലോപ്പ് ഓഫ് AB. അപ്പൊ A ആരാമോനെ? A ആരാ? 13. B ആരാ? ഇങ്ങനെ എടുത്ത് എഴുതുന്നതല്ല, ടീച്ചേഴ്സിനാണേലും നോക്കാൻ, നിങ്ങൾക്കാണേലും നോക്കാൻ. തെറ്റാതെ എടുത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു നോക്കി എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാ. നമുക്ക് എപ്പോഴും സ്ലോപ്പിന് എത്ര പോയിന്റ്സ് മതി? എത്ര പോയിന്റ്സ് മതി? 2 മതി. പക്ഷെ 3 പോയിന്റ്സ് ഏതൊക്കെ 2 പോയിന്റ്സ് ആണ് ഞാൻ ആ സമയത്ത് എടുത്തത് എന്ന് തിരിച്ചറിയാം. മനസ്സിലായല്ലോ? അല്ല അവിടെ കിടക്കുന്നു ഞാൻ ഇതൊക്കെ എടുത്തത്, അങ്ങനെയല്ല. ഞാൻ ഈ 3 പോയിന്റ്സിലെ ഈ 2 പോയിന്റ്സ് ആണ് എടുത്തതെന്നൊക്കെ ഒന്ന് അറിയാനും തെറ്റാതും ഒക്കെ എഴുതാൻ ഇതൊക്കെ എഴുതുന്നത്. ഈ സീക്വൽ ഫോർമുല എഴുതണം. y2 minus y1 by x2 minus x1. ഓക്കെ. y2 minus y1 എല്ലാവർക്കും അറിയാം. ഇതാ നമ്മുടെ ആരാമോനെ x1, ഇത് y1, ഇത് x2, ഇതാരാ y2. പറഞ്ഞ y2 minus y1 എന്നുള്ള നമ്പേഴ്സ് 5 minus 3 by 2 minus 1 ആണോ? ഇതൊന്ന് എഴുതുന്നു. ഇതൊക്കെ ഇത് എഴുതാൻ ഞാൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് പിന്നെ എന്താ ചെയ്യണമെന്നല്ല ഉണ്ടായോ? ഈ 4 പേരിൽ ഇത് x1, അത് y1, ഇത് x2, ഇത് y2. എന്നിട്ട് y2 minus y1, x2 minus x1 എന്നുള്ളത് സിമ്പിൾ കാര്യമല്ലേ ഉള്ളൂ. ആൻസർ എത്ര? 5 minus എത്ര? 2. 2 by 1. ആൻസർ ആരെ കിട്ടി? 2. ഇപ്പൊ സ്ലോപ്പ് ഓഫ് ആരെയാണ് ഞാൻ ചെയ്യുന്നത്? നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് BC ആവനെ. സ്ലോപ്പ് ഓഫ് ആരാ? BC. BC പറഞ്ഞ മോനെ. B എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞേ. B എന്ന് പറഞ്ഞ പോയിന്റ് പറ. B എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? 25. ഓക്കെ. C എന്ന് പറഞ്ഞ പോയിന്റ് പറ. 37. അഗൈൻ ഇതേ പണി ചെയ്യണം. എന്തോ? y2 minus y1 by x2 minus x1. പറഞ്ഞ മോനെ. y2 minus y1 by x2 minus x1 കൂടെ 7 minus 5 by 3 minus 2. 7 minus 5 is 2. 3 minus 2 is 1. ആൻസർ ആര് കിട്ടി? 2 എന്തായിട്ട് കിട്ടി? ഈക്വൽ. കണ്ടോ? AB-യുടെ സ്ലോപ്പ് കിട്ടിയതും 2 ആണ്. BC-യുടെ സ്ലോപ്പ് കിട്ടിയതും 2. നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് AB equal to slope of ആരാമോനെ? BC. Therefore points are on എവിടെ എങ്ങനെയാ മോനെ? സെയിം ലൈൻസ്. പോയിന്റ്സ് ആർ ലൈ ഓൺ സെയിം ലൈൻ. ഒരേ ലൈനിലാണ് ഈ 3 പോയിന്റ്സും ലൈ ചെയ്യുന്നതെന്നാണ് കേട്ടല്ലോ. പോയിന്റ്സ് ആർ ലൈ ഓൺ എന്താ മോനെ? പോയിന്റ്സ് ആർ ലൈ ഓൺ സെയിം ലൈൻ. ഇങ്ങനെ the points 1, minus 1, 1, minus 1, 2, 1, 2, 1 and 4, 5 lie on a same line. Prove that the points 1, minus 1, 2, 1 and 4, 5 lie on a same line. ഇപ്പൊ ചെയ്ത ദിവസം പോലെ തന്നെ ഇല്ലയോ? എളുപ്പം കംപ്ലീറ്റ് ചെയ്താൽ നന്നായിട്ട്. എളുപ്പം ചെയ്തേക്കാം മോനെ. അപ്പൊ ആദ്യം ഇതിന് A എന്ന് പേര് കൊടുക്കണം, ഇത് B എന്ന് പേര് കൊടുക്കണം, ഇതിനാരാ പേര് കൊടുക്കേണ്ടത്? C. അപ്പൊ ആദ്യം സ്ലോപ്പ് ഓഫ് ആരാ? AB. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ y2 മൈനസ് മോനെ AB യുടെ നിങ്ങൾ എടുത്ത് എഴുതണേ.
എയും ബി ഒക്കെ എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും? y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് മൈനസ് 1 ബൈ 2 മൈനസ് 1. ആൻസർ 2 ബൈ 1 2. അടുത്ത സ്ലോപ്പ് ഓഫ് ആരാമോനെ ബി സി. ബി സി വരുമ്പോഴുണ്ട് ബി സി ആകുമ്പോൾ 5 മൈനസ് 1 മണ്ടയ്ക്ക് എഴുതണം മോനെ. ഇങ്ങനെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 5 minus 1 is 4 by 2. ആൻസർ ആയി കിട്ടി 2. തമ്മിൽ എന്തായി? ഈക്വൽ ആയി. therefore points are എന്താണ്? lie on a same line. ഈ രണ്ട് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നോക്കിയിരിക്കണം. അപ്പൊ 1 3 പിന്നെ 4 7 ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? മൂന്നാമത് നമ്മളൊരു പോയിന്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എടുക്കണം. നമ്മളായിട്ട് ഒരു പോയിന്റ് എടുക്കണം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആരാണ്? XY. അപ്പൊ എത്ര പോയിന്റ്സ് അവര് തരും? 2 പോയിന്റ്സ് അവര് തരും. നമ്മളൊരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആരാ? അപ്പൊ ഇപ്പൊ എത്ര പോയിന്റ്സ് ആയി? 3 പോയിന്റ്സ്. ഇനി ഞാൻ ഈ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് തെറ്റിക്കാതെ പോണം കേട്ടോ. ഇതേപോലെ എല്ലാം ഇനി ഇക്വേഷൻ ലൈൻ ജോയിനിങ് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചിട്ട് മൂന്നാമത് നിങ്ങൾക്ക് തരുമ്പോൾ ഇങ്ങനെ വായി നോക്കിയിരിക്കരുത്. എനിക്കത് കാരണം അത്രയ്ക്ക് ഇത്രയും പഠിപ്പിച്ചിട്ടേ നിങ്ങൾ അങ്ങനെ ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമേ പഠിച്ചിട്ടില്ല. അങ്ങനെ ആവരുത് കേട്ടോ. അപ്പൊ ഈ 2 പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കുന്നത് 2 ഡിഫറെന്റ് ആകുമ്പോഴത്തേക്ക് ഒരു പരിചയോ. മൂന്നാമത് അതേ ദിവസം വന്നിട്ട് അതേപോലെ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഇരിക്കാൻ യോഗ്യതയല്ല. ഒരു 2 പ്രോബ്ലം ഞാൻ ഒന്നല്ല 2 ദിവസം ചെയ്ത് കാണിക്കും ഫുൾ കേട്ടോ. ആദ്യത്തെ 2 ചെയ്ത് കാണിക്കും, ഒന്നുകൂടെ ചെയ്ത് കാണിക്കും കേട്ടല്ലോ. അവൻ എത്ര പോയിന്റ്സ് ആയാലും 2. നമ്മളായിട്ട് ഒരു പോയിന്റ് എടുത്തു കണ്ടല്ലോ, നമ്മള് എടുത്തു. ഓക്കെ, അവൻ നമ്മൾ ഇനി ചെയ്യുന്ന രീതി നോക്കണവനെ. ആദ്യം സ്ലോപ്പ് ഓഫ് 1 3 4 7 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് 4 7 ആൻഡ് ആരാമോനെ XY. ഇതെല്ലാവർക്കും എഴുതാൻ മനസ്സിലായെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇത് 3 ഒരു ലൈനിലെ പോയിന്റാ. 3 ഒരു ലൈനിലെ പോയിന്റ്. അവർ 2 പോയിന്റ് തന്നു, നമ്മൾ മൂന്നാമതൊരു പോയിന്റ് എടുത്തു. അപ്പൊ ഈ 3 പോയിന്റ് ഒരു ലൈനിലല്ലയോ? 3 പോയിന്റ് ഒരു ലൈനിലാണെങ്കിൽ ലൈ ഓൺ എ സെയിം ലൈൻ അല്ലയോ ഇപ്പൊ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB ഈക്വൽ സ്ലോപ്പ് ഓഫ് ആരാ? BC. എന്നുള്ള സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈക്വൽ സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ്. അതാണ് കണ്ടത്. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈക്വൽ സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്ലോപ്പും ഇതിന്റെ സ്ലോപ്പും. മനസ്സിലായത്? എടുത്തേക്കുന്നത് ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന്. ഇവിടെയും y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെയും y2 മൈനസ് y1 ബൈ ഞാൻ ആ ഫോർമുല ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി എഴുതുവാണേ. y2 മൈനസ് y1 ബൈ ആരാ? അവിടെ തന്നെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഫോർമുല. ഇവിടുത്തെ എന്ന് പറഞ്ഞു, ഇവിടുത്തെ വെച്ചുകൊണ്ടിരുന്ന് പറഞ്ഞേ 7. എല്ലാരും അറിയാൻ വയ്യാത്തരൊക്കെ നോക്കിയിരിക്കണം. ഏത് മൈനസ് ഏതാണോ മണ്ടയ്ക്ക് എഴുതുന്നത്, ഏത് മൈനസ് ഏതാണ് താഴെ എഴുതുന്നത്. ഇപ്പൊ നോക്കിയിരിക്കണം. ആരാ മണ്ടയ്ക്ക് എഴുതുന്നത്? എങ്ങനെയാ? 7 മൈനസ് 3. ഓക്കെ, ബൈ. കാണുന്നുണ്ടല്ലോ അങ്ങനെ? എല്ലാരും കാണുന്നുണ്ടോ? 7 താഴെയോ? 4 മൈനസ് 1 ഈക്വൽ ടു അവിടെ y മൈനസ് 7 y മൈനസ് 7 ബൈ x മൈനസ് 4 x. ഇത്ര എഴുതിയത് അടുത്ത സ്റ്റെപ്പ് മനസ്സിലായോ? എന്റെ അടുത്ത ചോദ്യം. ഇത് എഴുതിയതും എങ്ങനെയാ പിന്നെ എഴുതാം. അതൊന്നുകൂടെ എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതിക്കോ, കുഴപ്പമില്ല. ഒന്നുകൂടെ ഞാൻ എഴുതിപ്പിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും പിടിയിട്ടല്ല y2 മൈനസ് y1 ബൈ x. അപ്പൊ രണ്ടിടത്തും ഒരേ ഫോർമുലയ്ക്കുള്ളിൽ അപ്ലൈ ചെയ്തു. ഈ y മൈനസ് 7 ഏത് വന്നാന്ന് മനസ്സിലായി? ഏതാ y മൈനസ് 7? y മൈനസ് 7 x മൈനസ് 4. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ. മോനെ എത്ര വരും മോനെ? ഇത് 4 ബൈ 3. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. y മൈനസ് 7 ബൈ ഇത് ഇച്ചിരി ഉള്ളതാ കേട്ടോ, ഇച്ചിരി ചെയ്യാനുണ്ട്. തെറ്റാതെ മുന്നോട്ട് പോകണം. അതിനാ ഞാൻ പറഞ്ഞാൽ. ഇനി ഇവിടെ നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ x മൈനസ് 4നെ ഈ 4 ചേർക്കണം.
3യെ ഇയാളോട് ചേർക്കുക. ഡിനോമിനേറ്റർ പിന്നെ കാണരുത്. ക്രോസ് മൾട്ടിപ്ലൈ രണ്ടുപേരും മണ്ടക്കോട്ടും പോയി, പിന്നെ താഴെ ആരും ഇല്ല. ഓക്കെ, ക്രോസ് എന്നപ്പോ എഴുതുവാണ്. എന്താണ് ക്രോസ്? പറഞ്ഞേ മോനെ, ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേ. 4 into x minus 4. 4 into x minus 4. 3 into y minus 7. ഓക്കെ, ക്രോസ് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു, ആൻസർ ആവും. ഇത്രയും കാര്യം ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. പറഞ്ഞോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പറഞ്ഞു ചെയ്താൽ മതി. വേറെ ആരുടെയും മുഖത്തോട്ട് നോക്കിയിരുന്നാൽ ഇതൊക്കെ ചെയ്യാൻ തോന്നും. വല്ലവരുടെ മുഖത്ത് നോക്കി മിണ്ടാൻ പോകുമ്പോഴേ ഇതൊന്നും എഴുതാൻ പറ്റാതെ വരുന്നു കേട്ടോ. 4x കൂടി ഇന്റ് ചെയ്താൽ ആർക്കറിയാത്ത 4x കിട്ടുമെന്ന്. 4 into minus 4 minus 16 equal to 3 into y 3y 3 into minus 7 minus 1. ഈ സ്റ്റെപ്പും ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 10ാം ക്ലാസ്സിലായി. ബ്രാക്കറ്റ് ഇൻറ്റു ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇനി ഈ കിടക്കുന്നതിനെ എല്ലാം അടുത്ത സൈഡിൽ കൊണ്ടുവരിക. ഇതിനെ എഴുതിയ ശേഷം ഏതാ 4x minus 16 എഴുതി. ഈ 3y ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 3y minus 21 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 21 ഈക്വൽ എത്ര? 0. റൈറ്റ് സൈഡ് എപ്പോഴും 0 വരികണം. ഇവിടുന്ന് ആദ്യം എക്സിന്റെ ടേമായ 4x എഴുതി, രണ്ടാമത് വൈയുടെ ടേം മൈനസ് 3y എഴുതി. കണ്ടോ, ഇവിടെ 2 നമ്പർ ഉണ്ട്. ആരൊക്കെയാ? -16 പ്ലസ് 21. മൈനസ് 16 പ്ലസ് 21 ഒരേ സൈൻ ആണോ ഡിഫറെന്റ് സൈൻ ആണോ? ഡിഫറെന്റ് സൈൻ. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 21 16 പോയാൽ 5 പ്ലസ് അല്ലേ വലിയ നമ്പറിന് സൈൻ എന്തുവാ? പ്ലസ്. ആൻസർ ആരാ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ ലൈനിന്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ. നിങ്ങളിപ്പോ എവിടെ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ക്രോമിലൊക്കെ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ചെയ്യല്ലേ? ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചിട്ട് ചെയ്യാം. നോക്കാൻ. ഇപ്പൊ നമ്മള് അടുത്ത് ചെയ്യാൻ പോണേ 2 1 5 6. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ. എത്ര പോയിന്റ്സാ? ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതേപോലെ എത്ര പോയിന്റ്സ് എന്നോ? 2. നമ്മളപ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഒരു പോയിന്റ് നമ്മൾ എടുക്കണം. ആരാ? XY. അല്ല, XY നമ്മളായിട്ട് എടുത്തു. അവർ 2 പോയിന്റ് എപ്പോഴും തരും. നമ്മളൊരു പോയിന്റ് എക്സ്ട്രാ എടുക്കുമ്പോൾ 3 പോയിന്റ് ആയി. എന്നിട്ട് പറഞ്ഞേ, മുമ്പത്തെ പറഞ്ഞ ഇതേപോലെ ഇവിടെ പറയണം. സ്ലോപ്പ് ഓഫ് 2 1 5 6 ഈക്വൽ ടു പറഞ്ഞ പോലെ സ്ലോപ്പ് ഓഫ് 5 6 ആൻഡ് XY. ഇതാണ് ആദ്യം എഴുതേണ്ട സെന്റൻസ്. ഇതൊന്നും വലിയ പാടുള്ളതല്ല. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ്. ഇവിടെ രണ്ടിടത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ y2 minus y1 by x2 minus x1. ഒന്നുകൂടെ y2 minus y1 by x2 minus x1. ഇവിടുത്തെ എന്ന് പറഞ്ഞേ 6 minus 1 on numerator by 5 minus 2 on denominator. ഓക്കെ ആണല്ലോ? ഇവിടെ ഓക്കെ. ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ എങ്ങനെ മോനെ? y minus 6 ന്യൂമറേറ്ററിൽ x minus 5 on denominator. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് മൈനസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 6 minus 1 എത്ര മോനെ? 5. 5 minus എത്ര മോനെ? 3 ഈക്വൽ ടു മറ്റേ ഒന്നുകൂടെ നോക്കി എഴുതുക. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ ഇതേപോലെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് ഡിനോമിനേറ്ററുകൾ ഇല്ലാതാക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ക്രോസ്. പറഞ്ഞ പോലെ ക്രോസ് ചെയ്യുമ്പോ ഒന്ന് പറഞ്ഞേ. ക്രോസ് ചെയ്യുമ്പോ എന്താ വരുന്നെന്ന് പറഞ്ഞേ. ഇത് ഈ x minus 5 ആരുമായിട്ട് ചേരും? 5 ആയിട്ട്. ഈ 3 ഇങ്ങോട്ടും പോകും. പറഞ്ഞ പോലെ 5 into x minus 5 equal to 3 into. ഇനി ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ പറഞ്ഞേ 5x minus 25 equal to 3y minus 18. അടുത്ത സ്റ്റെപ്പ് എന്താണ്? എല്ലാത്തിനെയും ഇടത്തെ സൈഡിൽ കൊണ്ടുവരണം. 5x minus 25
minus 3y plus 18 equal to 0. That is, ആദ്യം ആര് എഴുതി 5x, രണ്ടാമത് minus 3y. എക്സും വൈയും ആദ്യം എഴുതണം. നമ്പറുകൾ -25 പ്ലസ് 18, നിങ്ങൾ ആ രണ്ട് നമ്പർ നോക്കിയിട്ട് ഒരേ സൈൻ ആണെങ്കിൽ കൂട്ടണം. രണ്ടും പോസിറ്റീവ് ആണെങ്കിലും കൂട്ടണം, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും കൂട്ടണം. പക്ഷെ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആണ് നമ്പറെങ്കിൽ കുറയ്ക്കണം. അപ്പൊ ഡിഫറൻസ് സൈൻ ആണെങ്കിൽ കുറയ്ക്കണം. ഡിഫറൻസ് സൈനാ മൈനസും പ്ലസും. ഇപ്പൊ 25 18 പോയാൽ 7 അല്ലേ? സൈൻ എന്താ പോലെ മൈനസ്. ഈ എത്രയാണ് 0, വലിയ നമ്പർ കേട്ടോ. ഇത്രയും ഇതാണ് ലൈൻ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇക്വേഷൻ ഓഫ് ലൈൻ. എന്തൊക്കെ തന്നാൽ ഇനി ഇതൊന്നും മറന്നു പോയില്ല. ഒരു ലൈൻ ഇക്വേഷൻ അവർ ചോദിക്കും ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം എത്ര പോയിന്റ്സ് ഉണ്ടോ. 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ പഠിച്ചു. അതാണ് ഇപ്പൊ കഴിഞ്ഞത്. വേറെ ഒന്നും ഇപ്പൊ പഠിക്കണ്ട, അടുത്ത പഠിപ്പിക്കും പഠിച്ചാൽ മതി. ഇപ്പൊ പഠിച്ച എന്താന്നുള്ളത് നമ്മുടെ വേണം അല്ലല്ലോ, മറന്നു പോവാതെ നല്ല വൃത്തിയാക്കി ചെയ്തേ. അടുത്തേക്ക് ഫൈൻഡ് the equation of the line joining. Find the equation of the line joining 2, 3 and 5, 1. 2, 3 and 5, 1. Also find the points on x-axis. Find the point on x-axis. And y-axis, the line cuts. Also find the point on x-axis and y-axis, the line cuts. ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തി എന്തായിരുന്നു? ഇക്വേഷനെ കൊണ്ട് നിർത്തി. ഇനി ഒരു കാര്യം കൂടെ. അപ്പൊ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പഠിച്ചു തീരുമ്പോ ഈ ചാപ്റ്റർ തീരും. ഇത്രേ ഉള്ളൂ. വലിയ പാടൊന്നും ഇപ്പൊ നോക്കുമ്പോ ഇല്ല, എളുപ്പമാണ് കേട്ടോ. നിങ്ങളുടെ ജോലി ആദ്യം ഇപ്പൊ ചെയ്ത പോലെ ലൈൻ്റെ ഇക്വേഷൻ എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറ. ബാക്കി ഞാൻ മീനിങ്ങും ബാക്കിയും പറഞ്ഞുതരാം. നെഗറ്റീവ് ഒക്കെ ചെയ്യാൻ മോനെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തത് 2, 3, 5, 1 xy ഇങ്ങനെ 3 പോയിന്റ്സ് അല്ലേ എടുത്തത്. സ്ലോപ്പ് ഓഫ് ദീസ് ടു, സ്ലോപ്പ് ഓഫ് ദീസ് ടു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നോ? 1 - 3/5 - 2 ആണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്നത്? ഇവിടെ വരുമ്പോൾ y - 1 ഓൺ ന്യൂമറേറ്റർ, x - 5 ഓൺ ഡിനോമിനേറ്റർ. നിങ്ങൾ എഴുതി വന്ന വഴിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ വന്നില്ലായിരുന്നോ? ഇല്ലേ? വന്നില്ലേ? അതില്ലേ? ഓക്കെ. 1 മൈനസ് എത്ര? -2/3. y - 1/x - 5. ഇവിടെ ചെയ്യേണ്ടതാണെന്നായിരുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നല്ലോ. ഇവൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും, ഇവൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും മോനെ? -2 × x - 5, 3 × y - 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2 ഇട്ട് ഓപ്പൺ ചെയ്യണം. വെറും 2 അല്ല. പറഞ്ഞേ -2 × x -2x -2 × -5 + 10. 3 × y 3y 3 × -1 -3. That is -2x + 10 -3y + 3 = 0. നോക്കി എഴുതുന്നു, തന്നെ ചെയ്യണം. എന്താ? That is -2x -3y + 13 = 0. ഇങ്ങനെയാ ആക്ച്വൽ കിട്ടേണ്ടത്. എത്ര പേർ കിട്ടിയെന്നൊക്കെ ഉള്ളത് അവരവർക്കറിയാം. കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ
അത് ആ കുറയ്ക്കുന്നതും കൂട്ടുന്നതിലും ഒക്കെ ഉള്ള കുഴപ്പം, അല്ലാതെ ഒരിക്കലും കിട്ടാതിരിക്കാൻ ഇവിടെ ഒന്നും വേറെ കാര്യങ്ങളൊന്നും ഇവിടെ കയറി വരുന്നില്ല. മൈനസ് ചെയ്യുന്നതിൽ ഇവിടെ എഴുതുന്നതിൽ തെറ്റാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ മാറിയാലൊക്കെ ആൻസർ തെറ്റാം. അവിടെ നിന്ന് നമ്മൾ പുതിയ കാര്യം പഠിച്ച് തെറ്റുന്നതല്ല, നമ്മൾ ചെയ്യുന്നതിനുള്ളിൽ സാധാരണ തെറ്റുകളാണ്. അവനെ ഈ നെഗറ്റീവ് ഒക്കെ തുടങ്ങുന്നതിനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ആക്കാം. ഈ നെഗറ്റീവ് ഒക്കെ എനിക്ക് ഇഷ്ടമല്ല, ഇച്ചി ചെയ്യാം, വേണ കളയാം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്ലസ് 2x പ്ലസ് 3y മൈനസ് 13 ഈക്വൽ എല്ലാത്തിന്റെയും സൈൻ മാറ്റിയാൽ മതി. എല്ലാത്തിന്റെയും സൈൻ മാറ്റിയാൽ നമുക്ക് നല്ല വൃത്തിക്ക് ഇക്വേഷൻ കിട്ടും. ഇയാളുടെ സൈൻ മാറ്റി, ഇയാളുടെ സൈൻ മാറ്റി, ഇയാളുടെയും സൈൻ മാറ്റണം. അല്ലാതെ മൈനസുകളെ ചുമ്മാ പ്ലസ് ആക്കുമല്ല. അപ്പൊ എല്ലാത്തിന്റെയും സൈൻ എന്ത് ചെയ്യണം? മാറ്റണമെങ്കിൽ മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞില്ല മാറ്റണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം, ഇല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം, നിങ്ങൾ ഇഷ്ടം പോലെ. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ ആക്കിയേ. ഇനിയാ ശ്രദ്ധിക്കേണ്ടത് മോനെ, ഇതിന്റെ അർത്ഥം എന്താന്ന് കേട്ടോണേ. ഈ ലൈൻ നമ്മൾ വരച്ചു. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് ഏത് ആക്സിസ്? എക്സ് ആക്സിസ്. ഇതേതാ? ഈ ലൈൻ ഇങ്ങനെ എക്സ് ആക്സിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകത്തില്ലയോ മോനെ? ഇങ്ങനെ എക്സ് ആക്സിനെ ഇങ്ങനെ മുട്ടി അപ്പുറത്തോട്ട് പോകത്തില്ലയോ? ക്രോസ് ചെയ്തില്ലയോ? ആ ക്രോസിംഗ് പോയിന്റിനെ കണ്ടുപിടിക്കാൻ എക്സാമിന് ചോദിക്കാം കേട്ടോ. ഫൈൻഡ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വേർ ദ ലൈൻ കട്ട്സ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണെന്നുള്ളത് ചോദിക്കും. അന്നേരം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് എക്സ് ആക്സിന്, അതുപോലെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏത് ആക്സിസാ? എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അത് ഏത് പോയിന്റിൽ കൂടെയാണ്? ഈ പോയിന്റിനെ നമ്മൾ പറയണം. അതിനെ കണ്ടുപിടിക്കാനുള്ള വഴി കേട്ടോ. പുട്ട് y ഈക്വൽ ടു 0. ഇത് മറന്നു പോകണ്ട. എക്സ് ആക്സിലെ ഏത് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആ ഇക്വേഷനുള്ളിലെ വൈയുടെ സ്ഥാനത്ത് ആരെന്ന് കൊടുത്താൽ മതി? 0. കാരണം നിങ്ങൾക്കറിയാം എക്സ് ആക്സിലെ ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് എപ്പോഴും ആരാ മോനെ? പഠിച്ചില്ലയോ? എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ദെൻ y കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു എത്ര മോനെ? 0. അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, പറയാം മോനെ. ഈ വൈയുടെ സ്ഥാനത്ത് ആരെന്ന് കൊടുക്കണം? അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പറയുമ്പോൾ 2x plus 3 into 0 minus 13 equal to 0. That is 2x plus 0 minus 13 equal to 0. 0 minus 13 ഉണ്ട്, minus 13 ആണല്ലോ. 2x minus 13 equal to 0. 2x equal to 13, x equal to 13 by 2. അപ്പൊ x എത്ര കിട്ടി? y എത്ര ആയിരുന്നു? അപ്പൊ നമ്മുടെ പോയിന്റ് ആരെന്ന് വെച്ചാൽ x, y എന്നല്ലേ വരേണ്ടത്. ആ എക്സ് കോർഡിനേറ്റ് കിട്ടിയത് എത്ര? 13/2. y എത്ര? ഇതാണ് കട്ട് ചെയ്യുന്ന എക്സ് ആക്സിലെ പോയിന്റ്. ഇനി നേരെ തിരിച്ച് ഏത് ആക്സിസും കൂടെ വേണം? വൈ ആക്സിസ്. മോനെ, വൈ ആക്സിസിലെ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു പിടിക്കണം. ഇപ്പൊ വൈ എക്സ് ആക്സിലെ പോയിന്റിന് വേണ്ടി ഏത് കോർഡിനേറ്റാ 0 ആക്കിയത്? വൈ. അപ്പൊ വൈ ആക്സിലെ പോയിന്റ് വേണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് ആരായിരിക്കും? 0. അപ്പൊ എന്ത് ചെയ്യണം മോനെ? കുട്ടി എക്സ് ഈക്വൽ എത്രയാണ്? 0. ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എക്സ് കാണുന്ന ആരെന്ന് കൊടുക്കണം ഒന്ന് പറയാമോ? അപ്പം 2x എന്നുള്ളത് എത്ര ആവും മോനെ? 2 into 0 പ്ലസ് 3y മൈനസ് 13 ഈക്വൽ എത്ര? 0. ഈ 2 into 0 എന്നൊക്കെ ഉള്ള പിന്നെ വിട്ടേക്കണം, അതിനെ 0 പോയി. ഇതിനൊന്നും എഴുതുകയേ വേണ്ട. ഇനി 3y മൈനസ് 13 ആരാ? 0. ഇതൊക്കെ 0 ആയി പോയില്ലേ? 2 into 0 0 ഒന്നും എടുക്കണ്ട. ബാക്കി അവിടുന്ന് 3y ഈക്വൽ 13, y ഈക്വൽ ടു 13/3. അപ്പൊ നമ്മുടെ പോയിന്റ് എഴുതുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആരായിരുന്നു മോനെ? 0. y കോർഡിനേറ്റ് ആരാ? 13/3. ഇങ്ങനാണ്. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെയാ ചെയ്യേണ്ടത്. നല്ല ക്വസ്റ്റിന് അർത്ഥമൊക്കെ മനസ്സിലായോ? ഒരു ലൈൻ വരച്ച ശേഷം അത് എക്സ് ആക്സിനെ എവിടെ കൂടെയാണ്, വൈ ആക്സിനെ എവിടെ കൂടെയാണ് പടന്ന് പാസ് ചെയ്ത പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ്. ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോ.